ഹലോ, ഞാൻ ധർമ്മേട്ടൻ. ഞാൻ ഇന്നിവിടെ വന്നത് ഒരു പുതിയ കഥയായിട്ടാണ്. നമുക്ക് കഥയിലേക്ക് കിടക്കാം. രാത്രി ഒരുപാടായി, നല്ല തണുത്ത കാറ്റ്. മനസ്സിലൊരു പ്രാർത്ഥനയുള്ളൂ. ഭഗവാനെ, കുഞ്ഞുലക്ഷ്മി ചെട്ടിയാർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ കൊണ്ടുപോണേ. കാലം കോഴി നീട്ടിക്കൂവുന്നുണ്ട്. ഞാനിവിടെ കുഞ്ഞുലക്ഷ്മി ചെട്ടിയാർക്ക് മരണത്തിന് കാവലിരിക്കുക. അപ്പുറത്തെ മുറിയിൽ ശാരദ വന്നിട്ട് വിളിച്ചു, ചാത്തേട്ടാ, നിങ്ങൾ ഇങ്ങോട്ട് വരി. മുറിയിലേക്ക് ചെന്നു. കുഞ്ഞുലക്ഷ്മി ചെട്ടിയാർ കട്ടിലിൽ കിടക്കുന്നുണ്ട്. ശ്വാസം വലിച്ചു വിടുന്നുണ്ട്. ഞാൻ വെറുതെ ചെട്ടിയാരെ ചെട്ടിയാരെ തൊട്ട് വിളിച്ചു. ചെട്ടിയാർ കണ്ണു തുറന്നു. ആ തണുത്ത വിരലുകൾ എന്നെ തൊട്ടു. എന്നിട്ട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. വീണ്ടും ശ്രമിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞു, ഞാൻ പോയാലും ഈ ഇവിടെ വേണം കാവലായിട്ട്. അത് കേട്ടപ്പോൾ മനസ്സിൽ വിഷമം വന്നു. കാവലായിട്ട് ഞാൻ വേണം. ഞാൻ പുറത്തേക്ക് കടന്നു. കോലായിൽ ചാരിയിരുന്നു. ചാരിയിരിക്കുമ്പോൾ പണിക്കാരി സരോജിനി പറയുന്നുണ്ട്, നാളെ നേരം വെളുപ്പിക്കുമെന്ന് തോന്നണില്ല. മണ്ണാത്തി ഇണ്ണൊലി കുളക്കടവിൽ നിന്ന് വിഷം തീണ്ടിയിട്ട് മരിച്ചപ്പോൾ അനാഥനായ ഞാൻ, എന്നെ ഈ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് കൃഷ്ണൻകുട്ടി ചെട്ടിയാരെ. അന്ന് ഈ തറവാട്ടിൽ കൂട്ടിക്കൊടുന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ പാടത്തും പറമ്പിലൊക്കെ ആയിട്ട് നിന്നോ, പിന്നെ 3 നേരം ഭക്ഷണം അടുക്കളപ്പുറത്ത് ചെന്നാൽ കിട്ടും. അങ്ങനെ ഈ തറവാട്ടിൽ പാടത്തും പറമ്പത്തുമായിട്ട് നിന്നു. ഒരുപാട് കാലം, ഈ വയസ്സാവുന്ന വരെ നിന്നു. പിന്നെ കുഞ്ഞുലക്ഷ്മി ചെട്ടിയാർ മരിക്കാൻ കിടക്കും. ഇപ്പോൾ അവരുടെ മരണത്തിന് ഞാൻ കാവലിരിക്കുന്നു. കുഞ്ഞുലക്ഷ്മി ചെട്ടിയാരെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് കൃഷ്ണൻകുട്ടി ചെട്ടിയാരുടെ കല്യാണത്തിനായിരുന്നു. അന്ന് കുഞ്ഞുലക്ഷ്മി ചെട്ടിയാരെ കണ്ടപ്പോൾ മനസ്സ് പറഞ്ഞു, ഇത്രയും ചന്തള്ള പെണ്ണുങ്ങളുണ്ടാ, എന്തൊരു ചന്തള്ള കണ്ണ്, എന്തൊരു ചന്തള്ള ചുണ്ട്, എന്തൊരു ചന്തള്ള കളറ്. പൊന്നിൻ്റെ കളറായിരുന്നു. പൊന്നിൻ്റെ പണ്ടങ്ങൾ കഴുത്ത് നിറയെ ഉണ്ടായിരുന്നു. പിന്നെ ആ ചന്ദന നിറമുള്ള സാരി ഉടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച്, വാ, എന്തൊരു ചന്തായിരുന്നു കുഞ്ഞുലക്ഷ്മി ചെട്ടിയാരെ കാണാൻ. അന്ന് കല്യാണത്തിന് 2 തൊഴിലേറ്റിയിട്ടാണ് കുഞ്ഞുലക്ഷ്മി ചെട്ടിയാരെ കൊടുക്കുന്നത്, കല്യാണ പെണ്ണിനെ കൊടുക്കുന്നത്. അത്ര ആർഭാടായിരുന്നു കല്യാണം. കല്യാണം അത്രയും ആർഭാടായിട്ട് കഴിച്ചു. അന്ന് കുഞ്ഞുലക്ഷ്മി ചെട്ടിയാർ അവിടെ ഇവിടെ കാണുമ്പോൾ ഞാൻ നോക്കി നിൽക്കും, ആ ചന്തം കാണാം. പിന്നെ കല്യാണം കഴിഞ്ഞു, ആളും ബഹളമൊക്കെ കഴിഞ്ഞു, എല്ലാവരും ഒഴിഞ്ഞു. വടക്കോർത്ത് കഞ്ഞിക്ക് വേണ്ടിയിട്ട് കുഴി കുത്തിയിട്ട് വാഴയുടെ വില വെട്ടിയിട്ട്
വാഴയുടെ ഇല വെട്ടിയിട്ട് അത് വാട്ടിയിട്ട് കുഴിയിൽ വെച്ചിട്ട് കഞ്ഞിക്ക് വേണ്ടി കാത്തിരിക്കും. അന്ന് കഞ്ഞി കൊടുക്കുന്നത് കുഞ്ഞുലക്ഷ്മി ചെട്ടിയാരായിരുന്നു. കുഞ്ഞുലക്ഷ്മി ചെട്ടിയാരെ ആദ്യമായിട്ട് കണ്ടപ്പോൾ, അതിപ്പോൾ അന്ന് കണ്ടപ്പോൾ, കല്യാണം കഴിഞ്ഞ് പിന്നെ ഞാൻ കണ്ടിട്ടില്ല, അവിടെ ഉള്ളിൽ എവിടേക്കോ ആയിരിക്കും. അന്ന് ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് നാണം വന്നു. ഞാൻ തല താഴ്ത്തിയിരുന്നപ്പോൾ കുഞ്ഞുലക്ഷ്മി ചെട്ടിയാർ വന്നിട്ട് എനിക്ക് കഞ്ഞി വിളമ്പി തന്നു. ഞാൻ മണ്ണിൻ്റെ കുണ്ടിൽ മണ്ണിൽ കുഴി കുത്തിയിട്ട് വാഴയില വെച്ചിട്ട് അതിലേക്ക് കുഞ്ഞുലക്ഷ്മി ചെട്ടിയാർ കഞ്ഞി ഒഴിക്കുമ്പോൾ പനങ്കൊല പോലെയുള്ള കുഞ്ഞുലക്ഷ്മി ചെട്ടിയാരെ മുടി കാറ്റിൽ പറന്നു വന്ന് എന്നെ തൊട്ടു. അങ്ങനെ കാറ്റിൽ പറന്നു വന്നു ആ പനങ്കുല പോലെയുള്ള മുടി എന്നെ തൊട്ട്. പിന്നെ പാടത്തും പറമ്പിലുമായി എൻ്റെ ജീവിതം. ഒരുപാട് കാലം ഈ വീട്ടിന് വേണ്ടിയിട്ട് പാടത്തും പറമ്പിലും പോത്തിനെ നോക്കിയും കന്നുകൂട്ടിയും ജീവിച്ചു. ഇതിനിടയിൽ കുഞ്ഞുലക്ഷ്മി ചെട്ടിയാർ 4 പെറ്റു. മാധവൻ, പ്രഭു, ഉഷമോള്, ഭാനുമോള്, അങ്ങനെ 4. അങ്ങനെ ഇവരെയൊക്കെ പൂരം കാണിക്കാനും അവർക്ക് വേണ്ടതൊക്കെ മേടിച്ചു കൊടുക്കാൻ പോവാനും എല്ലാറ്റിനും ഞാൻ നിന്നു. ഇന്നിപ്പോൾ എനിക്ക് വയസ്സായി. അവരൊക്കെ കല്യാണം കഴിച്ചു. പക്ഷെ പ്രഭുവിൻ്റെ ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ പണിയൊന്നും അധികം എടുക്കാൻ വയ്യ. വയസ്സായിട്ട് നാള് കഞ്ഞി കുടിക്കാൻ ചെന്നപ്പോൾ പ്രഭുവിൻ്റെ ഭാര്യ പറയുണ്ടായിരുന്നു, 3 നേരമൊന്നും ഭക്ഷണം കൊടുക്കാൻ ഇവിടെ ആരുമില്ല. എന്താപ്പത് 3 നേരം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക? വീട്ടിലുള്ളവർക്ക് തന്നെ ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കണം വയ്യ, എന്നിട്ടല്ലേ പുറമുള്ളവർക്ക്. അപ്പൊ പ്രഭു പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ ഉണ്ടാക്കിയൊരു മാരണം, അതിനിപ്പോൾ മരിച്ചാലേ ഇവിടുന്ന് പോവുള്ളൂ. ഇപ്പം എന്താ ചെയ്യുക? കഞ്ഞിയും ചോറും കൊടുക്കന്നെ. അത് കേട്ടപ്പോൾ മനസ്സ് നീറി. പിന്നെ കഞ്ഞി കുടിക്കാൻ ചെന്നപ്പോൾ കറി വാങ്ങിയില്ല. കഞ്ഞിയിൽ ഇത്തിരി ഉപ്പിട്ട് കുഴച്ച് ഒന്ന് തിരുമ്മി കഞ്ഞി വലിച്ചു കുടിച്ചു. പിന്നെ സ്ഥിരം അതായി, കഞ്ഞിയിൽ ഇത്തിരി ഉപ്പിടും, നന്നായി കുഴയ്ക്കും, വലിച്ചു കുടിക്കും, കറി വാങ്ങില്ല. അങ്ങനെ ഇത്രയും കാലം ജീവിച്ചു. ചാത്തോട്ടാ, നിങ്ങളിട്ട് വരി. അകത്തുനിന്ന് പണിക്കാരൻ്റെ ശബ്ദം. ഉള്ളിലേക്ക് ചെന്നു. അകത്തേക്ക് ചെന്നപ്പോൾ ചെട്ടിയാര് മരിക്കാനായിരിക്കും. എന്നെ കണ്ടപ്പോൾ ആ ചുണ്ടോന്ന് പറഞ്ഞു, പിറുപിറുത്തു. വെള്ളം, മൊന്തയിലിരിക്കുന്ന വെള്ളം തുളസി ഇലയിൽ മുക്കിയിട്ട് വായിൽ വെച്ച് കൊടുത്തു, ചുണ്ടിൽ വെച്ച് കൊടുത്തു. പിന്നെ ഇത്തിരി വെള്ളം വായിൽ ഒഴിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, വേഗം പ്രഭുവിനെയും മാധവനെയൊക്കെ വിളിക്കുക പണിക്കാരിയോട്. അവരെ വിളിക്കാൻ ഓടി. അപ്പോഴേക്കും ചെട്ടിയാര് മരിച്ചു. ആ വിഷമത്തിൽ മനസ്സാകെ നീറുന്നുണ്ടായി.
ഞാൻ ആ വടക്കേക്കോലയിൽ വന്നിരിക്കുമ്പോൾ പ്രഭു എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചാത്തേട്ടാ, ഇന്നലെ വരെ ഉഷ ഇവിടെ ഉണ്ടായിരുന്നു, ഇന്നലെ അവൾ പോയത്, നിങ്ങളൊന്ന് മാമ്പഴത്തേക്ക് ഒന്ന് പോവോ, അമ്മ മരിച്ച വിവരമൊന്ന് പറയാം. അവിടേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. മാമ്പഴത്തേക്ക് മോനെ കുറേ ദൂരം, അതിപ്പോൾ 2-3 കിലോമീറ്ററല്ലേ ഉള്ളൂ. നിങ്ങളൊന്നുകൊണ്ട് ചിക്കനെ നടന്നാളി, അവിടെ എത്തും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഉഷയുടെ ഭർത്താവിന് അതന്നെ മതി. ഇതാ ടോർച്ച് വേണമെങ്കിൽ അതാ ഇത് കൊണ്ടുപോയിക്കോളി, ഇത് നല്ല ലൈറ്റ് ഉണ്ട്, അടിച്ചാൽ അത് നടന്നോളെ. അതൊന്ന് പറഞ്ഞു തരി ചാത്തേട്ടാ. പ്രഭുവിൻ്റെ കയ്യിൽ നിന്ന് ആ ടോർച്ചും വാങ്ങി ഉഷയുടെ വീട്ടിലേക്ക് നടന്നു. ഉഷയുടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ റോഡിലേക്ക് കയറാൻ ഒരു ഇടുവഴി കയറണം. ആ ഇടുവഴി കയറുമ്പോൾ ഒരു കരിങ്കലിൻ്റെ ചീലി കാലുമ്പ തട്ടി നീറ്റൽ വരുന്നു, കുറേശ്ശെ ചോരയും പൊടിക്കുന്നു. മനസ്സിൽ എൻ്റെ നീറ്റിൽ അത് കുറയ്ക്കാൻ കാലിലെ നീറ്റിൽ ഉപയോഗിക്കും എന്നും കരുതി നീറ്റ് നടന്നു. ഉഷയുടെ വീടെത്തിയപ്പോൾ ഉറക്കെ വിളിച്ചു. ഉറക്കെ വിളിച്ചപ്പോൾ അവർ കതക് തുറന്നു. കതക് തുറന്നപ്പോൾ എന്തേ ചോദിച്ചപ്പോൾ പറഞ്ഞു, കുഞ്ഞലക്ഷ്മി ചെട്ടിയാർ മരിച്ചു, അതറിയിക്കാൻ വന്നതാ. എന്നാ ശരി. തിരിച്ച് നടന്നു. തിരിച്ച് നടക്കുമ്പോൾ പിറകിൽ തന്നെ വിളിച്ചു, ചാത്തോട്ടാ. ഉഷയുടെ ഭർത്താവ് കയ്യിലൊരു ചുരുട്ടിയ നോട്ട് വെച്ച് തന്നു. വേണ്ട എന്ന് പറഞ്ഞിട്ടും സമ്മതിക്കാതെ കയ്യിൽ വെച്ച് തന്നു. പിന്നെ എന്നോട് പറഞ്ഞു, ഇതൊരു ആചാരമാണ് ചാത്തേട്ടാ, നിങ്ങളിത് വാങ്ങിക്കോളെ. പക്ഷേ ഈ മരണമറിയിപ്പിനുള്ള ഈ പണം ഇതെനിക്ക് വേണ്ടിയിരുന്നില്ല. പിന്നെ വീണ്ടും തിരിച്ച് നടന്നപ്പോൾ മനസ്സ് ചോദിച്ചു, ഇനി എന്തിന് ഞാൻ മടങ്ങണം? ഇനി വേണം ആ തറവാട്ടിലേക്കൊരു തിരിച്ചു യാത്ര? മനസ്സ് പകുതി മനസ്സായിരുന്നു. വേണം, തിരിച്ചു പോകണോ അതോ വേറെ വല്ലെങ്കിലും വല്ല അമ്പലങ്ങളിലേക്കും മറ്റോ. അകലെ വെള്ള കീറി തുടങ്ങി. ഒരു ബസ്സിൻ്റെ ഹോണടിയും ഞാൻ കേൾക്കും. ഞാൻ തിരിഞ്ഞു നോക്കി. ഹലോ, ഇവിടെ എൻ്റെ കഥ അവസാനിക്കുന്നു. ഞാൻ ധർമ്മേട്ടൻ. എൻ്റെ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.